അസ്സലാമു അലൈക്കും മൈ ഡിയേഴ്സ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മളൊരു കരടിയുടെ അല്ലേ ശംഭുവിൻ്റെയും ജംബുവിൻ്റെയും സ്റ്റോറിയാണ് പറഞ്ഞു വന്നത് അല്ലേ. ശംഭു ആരാണ്? നല്ല ഹാർഡ് വർക്കറായ ഒരു കൃഷിക്കാരനാണ് അല്ലേ. അങ്ങനെ നമ്മുടെ ശംഭു എന്ത് ചെയ്യും? പകൽ മുഴുവനും എവിടെയാണ് സ്പെൻഡ് ചെയ്യാറ്? അവൻ്റെ കൃഷിത്തോട്ടത്തിൽ. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെ ശംഭു വയസ്സായി. അപ്പോൾ തൻ്റെ മകനായ ജംബുവിനോട് ഒരു ദിവസം ശംഭു എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? യാ ബുനയ്യ സിർതു ആജിസൻ വല അഖ്ദിറു അല സിറാ. എൻ്റെ മോനെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പഴയ പോലെ കൃഷിയൊന്നും ചെയ്യാൻ വയ്യ. അതുകൊണ്ട് എന്ത് ചെയ്യണം? വലിത ഇദ്ഹബ് ഇലൽ മസറാത്തി കുല്ലയാവും. അതുകൊണ്ട് മോൻ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും കൃഷിസ്ഥലത്തേക്ക് പോകണം. അങ്ങനെ നമ്മുടെ ശംഭു നമ്മുടെ ജംബുവിന് എന്തു അഡ്വൈസാണ് കൊടുത്തത്? ലാ തദ്ഹബ് വലാ തർജി ഫിഷംസീലേ. നീ എന്ത് ചെയ്യാൻ പാടില്ല? സൂര്യൻ ഉള്ള സമയത്ത് നീ പോകാനും പാടില്ല. സൂര്യൻ ഉള്ള സമയത്ത് എന്ത് ചെയ്യാനും പാടില്ല? തിരിച്ച് വീട്ടിലോട്ട് വരാനും പാടില്ല. ഈ അഡ്വൈസ് കേട്ടിട്ട് നമ്മുടെ ജംബു എന്തു സൊല്യൂഷനാണ് കണ്ടെത്തിയത്? എന്ത് സൊല്യൂഷനാണ് അവൻ്റെ ഫാദറിൻ്റെ അഡ്വൈസ് കേട്ട് കണ്ടെത്തിയത്? ജംബു എന്ത് ചെയ്തു? ഒരു കുടയൊക്കെ പിടിച്ചില്ലേ, വെയിൽ കൊള്ളാതിരിക്കാനാണ് എൻ്റെ വാപ്പ അങ്ങനെ പറഞ്ഞത് അല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ ശംഭു എന്ത് ചെയ്തു? ഒരു കുടയൊക്കെ പിടിച്ച് ഉപ്പയുടെ കൃഷിത്തോട്ടത്തിലെത്തി. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താ? അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു അല്ലേ. അവിടെ എന്തൊക്കെയാണ് അവൻ കണ്ടത്? ഒരുപാട് പൂക്കൾ കണ്ടു, അതുപോലെ ചെടികൾ കണ്ടു, മരങ്ങൾ കണ്ടു, ഫ്രൂട്ട്സ് കണ്ടു അല്ലേ, വെജിറ്റബിൾസ് കണ്ടു, പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ. ഏതൊക്കെയാണ് ആ ഫ്രൂട്ട്സ്? ബാമിയ, ടൊമാറ്റം, ഖിയാർ, അദസ്, ഫുൽഫുൽ, ബാദിൻജാൻ. അതുകൂടാതെ എന്തും കണ്ടു? ഫ്രൂട്ട്സുകൾ കണ്ടു അല്ലേ. ഏതൊക്കെയാണ് ആ ഫ്രൂട്ട്സുകൾ? മൗസുൻ, മാഞ്ച, ജുവാഫ, ബബായ. ഇങ്ങനെ അവൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ടു. അങ്ങനത്തെ കണ്ട് നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഒരാളെ കണ്ടുമുട്ടി. ആരാണ് ആള്? നമ്മുടെ ഖിയാർ. അങ്ങനെ ഖിയാറുമായിട്ട് നമ്മുടെ ജംബുവൊക്കെ സംസാരിച്ചു. അപ്പോൾ ഖിയാർ അവൻ്റെ ഫാദറിൻ്റെ വിശേഷം ചോദിച്ചു. അപ്പോൾ ഖിയാറിനോട് ജംബു എന്താ പറഞ്ഞത്? സുഖമില്ലാതെ അപ്പോൾ വീട്ടിലാണ്. അപ്പോൾ ഖിയാർ അദ്ദേഹത്തിന് അള്ളാഹു വേഗം അസുഖ ഷിഫിയായി കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇത് കഴിഞ്ഞതിന് ശേഷം ജംബു അവൻ്റെ ഫാദറിൻ്റെ കൃഷിസ്ഥലമെല്ലാം ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം പിന്നെ എന്തുണ്ടായത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം മിസ്സിൻ്റെ അടുത്ത ലെസനാണ് നമ്മുടെ ഈ കഴിഞ്ഞ 2 ലെസൻ്റെയും കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മുടെ ഈ ലെസൺ വരുന്നത്. അപ്പോൾ എന്താണ് തിരിച്ചു വന്നിട്ട് അവൻ്റെ ഫാദറിനോട് അവൻ പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും അവൻ്റെ ഫാദർ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവുക? അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം മിസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ലെസൺ ഒന്ന് വായിച്ചു തരാം അല്ലേ. മിസ് ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് റീഡിംഗ് ആണ് അല്ലേ. അപ്പം മിസ് ആദ്യം ഫസ്റ്റ് ഒന്ന് വായിച്ചു തരാം. മക്കൾ ശ്രദ്ധിച്ചു കേൾക്കാം കേട്ടോ. ഹുവ വശംസിയ. ഹുവ വശംസിയ. അൽ അബു മർഹബൻ യാ ബുനയ്യ. ജംബു മർഹബൻ. അൽ അബു ഹൽ സുർത്തൽ മസറാത്ത. ജംബു നാം മസറാത്തുന ജമീലത്തുൻ. അൽ അബു മത ദഹബ്ത ഇലൽ മസറാത്തി. ജംബു ഫി ലഹീറ. അൽ അബു ഫി ഷംസി യാ ബുനയ്യ. ജംബു ലാ കാനത്ത് മഴി ഷംസിയ. യൽഹഖുൽ അബു. അൽ അബു യാ ബുനയ്യ കുന്തു ذاهبا قبل الشروق وراجعا
ഇന്ദൽ ഒറൂബ്. ജംബു അൽ ആൻ ഫഹിംതു നസ്വീഹത്തക യാ ബാബ. മിസ് വായിച്ചേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായില്ല. ജമ്മു ഷമ്മു തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചിരുന്നു മനസ്സിലായി അല്ലേ? അപ്പോൾ നമുക്കതിൻ്റെ മീനിങ് ഒന്ന് നോക്കിയാലോ? ഓക്കെ, നമ്മുടെ ഹെഡിങ് മിസ് ആദ്യം പറയാം. ഹുവ വ ഷംസിയ, അവനും അവൻ്റെ കൂടെയും. ഇവിടെ ഷംസിയ എന്ന ഹെഡിങ് ഉണ്ടാവാൻ കാരണം എന്താ? നമ്മുടെ ജംബുവിനോട് ഫാദർ സൂര്യനുള്ള സമയത്ത് പോകരുന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ജംബു എന്ത് സൊല്യൂഷനാണ് അതിന് കണ്ടെത്തിയത്? അവൻ്റെ വാപ്പയുടെ കുട എടുത്തിട്ടാണ് അവന് കൃഷിത്തോട്ടത്തിലേക്ക് പോയത്. അതുകൊണ്ടാണ് ഹുവ വ ഷംസിയ എന്ന് പറഞ്ഞത് കേട്ടോ, അവനും കുടയും. ഓക്കെ, അങ്ങനെ നമ്മുടെ ജംബു എന്ത് ചെയ്തു? തോട്ടമൊക്കെ കണ്ട് അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ച് വീട്ടിലെത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫാദർ ഒരു വിശരൊക്കെ വീശി ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ ജംബു കോട്ടൊക്കെ പിടിച്ച് ഇങ്ങനെ വരുന്നത് കണ്ടത്. അപ്പോൾ കണ്ട ഉടനെ ഫാദർ നമ്മുടെ ശംഭു പറഞ്ഞു, മർഹബൻ യാ ബുനയ്യ, വെൽക്കം മൈ സൺ, വെൽക്കം. ജംബുവിനെ സ്വാഗതം ചെയ്തു. അപ്പം ജംബു എന്താ പറഞ്ഞത്? മർഹബൻ, തിരിച്ച് വെൽക്കം പറഞ്ഞു. അപ്പോൾ വാപ്പ ചോദിച്ചു, ഹൽ സുർത്തൽ മസറാത്ത, മോന് കൃഷിസ്ഥലമോ കണ്ടോ? ഹൽ സുർത്ത, നീ സന്ദർശിച്ചു, അൽ മസറാത്ത, കൃഷിസ്ഥലം. ജംബു അപ്പോൾ ജംബു പറഞ്ഞു, നാം, യെസ്, അതെ. മസറത്തുന ജമീലത്തുൻ, നമ്മുടെ തോട്ടം ഉണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ. അല്ല അബു, മത്താ ദഹബ്ത ഇലൽ മസറാത്തി, അല്ല നീ എപ്പോഴാണ് തോട്ടത്തിലേക്ക് പോയത്? മത്താ ദഹബ്ത, നീ എപ്പോഴാണ് പോയത്? ഇലൽ മസറാത്തി, തോട്ടത്തിലേക്ക്. അപ്പോൾ ജംബു പറഞ്ഞു, ഫി ലഹീറ, ഞാൻ ഉച്ചയ്ക്കാണ് പോയത്. അപ്പോൾ വാപ്പ ചോദിച്ചു, ഫി ഷംസിയ ബുനയ്യ, സൂര്യനുള്ള സമയത്തോ? നിന്നോട് എന്താ ഞാൻ പറഞ്ഞുള്ളത്? സൂര്യനുള്ള സമയത്ത് പോകാനും പാടില്ല, സൂര്യനുള്ള സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? തിരിച്ചു വരാനും പാടില്ല. എന്നിട്ട് നീ സൂര്യനുള്ളപ്പോഴാണോ പോയത്? ആര് ചോദിച്ചു? സൂര്യൻ മീൻസ് എന്താണ്? വെയിൽ കേട്ടോ, വെയിലാണ്, സൺലൈറ്റ്. അപ്പോൾ ജംബു പറഞ്ഞു, എന്ത്? അല്ല, അതൊന്നും കുഴപ്പമില്ല, കാനത്ത് മഴ ഷംസിയ, എൻ്റെ അടുത്ത് എന്തുണ്ട്? കുടയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജംബു എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? വാപ്പ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? നമ്മുടെ ജംബു വിചാരിച്ചിട്ടുണ്ടാവും എന്ത്? വാപ്പ ഇങ്ങനെ പറയാൻ കാരണം ഞാൻ വെയിൽ കൊള്ള കാരണമാണ് അല്ലേ വെയിലത്ത് പോകരുതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ശംഭുവിനോട് പറഞ്ഞു, എന്ത്? അതൊന്നും കുഴപ്പമില്ല വാപ്പ, എൻ്റെ കയ്യിൽ എന്തുണ്ട്? കുടയുണ്ട്. ഇത് കേട്ട പാടെ നമ്മുടെ ശംഭു എന്ത് ചെയ്തു? ചിരിക്കാൻ അങ്ങോട്ട് തുടങ്ങി. ഹക്കുല്ലബു, വാപ്പ എന്ത് ചെയ്തു? ചിരിച്ചു. അല്ലബു, എന്നിട്ട് വാപ്പ പറഞ്ഞു, യാ ബുനിയ, എൻ്റെ മോനെ, കുന്തു ദാഹിബൻ, നീ പോകണം, കബല ഷുറൂഖ്, എപ്പോഴാണ് നീ പോകേണ്ടത്? കബല ഷുറൂഖ്, സൺറൈസിന് മുമ്പ്, അതായത് ഏർലി മോർണിംഗിൽ അല്ലേ, സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ്. വറാജിയാൻ, നീ മടങ്ങി വരണം. ഇന്ദൽ ഒറൂബ്, എപ്പോ? സൺസെറ്റ് അല്ലേ, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. അതാണ് ആരുദ്ദേശിച്ചത്? നമ്മുടെ ശംഭു ഉദ്ദേശിച്ചത് അല്ലേ. അപ്പോൾ സൂര്യോദിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല? സൺലൈറ്റ് ഉണ്ടാവില്ല. സൂര്യാസ്തമിച്ച് കഴിഞ്ഞാലോ അപ്പോഴും സൺലൈറ്റ് ഉണ്ടാവില്ല അല്ലേ. ഇതാണ് നമ്മുടെ ശംഭു ഉദ്ദേശിച്ചത്. നമ്മുടെ ജംബു ഉദ്ദേശിച്ചത് എന്താണ്? ഞാൻ വെയിൽ കൊള്ളുന്ന കാരണമാണ് എൻ്റെ ഉപ്പ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ വാപ്പ എന്ത് പറഞ്ഞു കൊടുത്തു? മോനെ, നീ പോകേണ്ടത് എപ്പോഴാണ്? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. നീ എപ്പോഴാണ് തിരിച്ചു വരേണ്ടത്? സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. ഈ ആൻസർ മിസ്സിന് ഒരുപാട് കുട്ടികൾ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഇതവർ മുൻപ് വായിച്ചിട്ടാണോ അതോ ഇക്കാക്കന്മാർ പറഞ്ഞു കൊടുത്തിട്ടാണോ അല്ല താത്തന്മാർ അറിയില്ല. എന്നാലും ചില കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് തിങ്ക് ചെയ്തിട്ട് പറഞ്ഞതാണോ മിസ്സിന് അറിയില്ല. എന്നാലും കറക്റ്റ് ആൻസർ പറഞ്ഞവരുണ്ട്. അപ്പോൾ നമ്മുടെ ശംഭു എന്താ പറഞ്ഞത്? സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് പോയിട്ട് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വരണം.
ഇപ്പോഴാണ് നമ്മുടെ ജംബുവിൻ്റെ ട്യൂബ് ലൈറ്റ് കത്തിയത് അല്ലേ? അൽ ആൻ. അപ്പോൾ ജംബു പറഞ്ഞു അൽ ആൻ, ഇപ്പോഴാണ് ഫഹിംതു നസീഹത്തക യാ ബാബ. വാപ്പ, എനിക്ക് വാപ്പയുടെ ഉപദേശം ഇപ്പോഴാണ് മനസ്സിലായത്. ഫഹിംതു, എനിക്ക് മനസ്സിലായി, നസീഹത്തക, വാപ്പയുടെ ഉപദേശം, യാ ബാബ, എനിക്ക് ഇപ്പോഴാണ് എന്ത് മനസ്സിലായത്? ഉപ്പ അങ്ങനെ പറയാനുണ്ടായ, വാപ്പ അങ്ങനെ പറയാനുണ്ടായ കാരണം ഇതാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെ നമ്മുടെ ജംബുവിന് വാപ്പ ഉദ്ദേശിച്ചത് എന്താണെന്നൊക്കെ മനസ്സിലായി. ഇനി ഇവിടെ നമുക്ക് ഒരു ഡേയിൽ നമുക്ക് 4 ടൈമിംഗ് ആണുള്ളത് അല്ലേ? സ്വബാഹ്, ലുഹർ, മസാ, ലൈൽ. അതായത് സ്വബാഹ് എന്ന് വെച്ചാൽ എന്താണ്? ഏർലി മോർണിംഗ് അല്ലേ? പ്രഭാതം എന്നൊക്കെ പറയും. ലുഹർ എന്ന് വെച്ചാൽ ഉച്ച സമയം, മസാ എന്ന് വെച്ചാലോ ഈവനിങ്, വൈകുന്നേരം, ലൈൽ എന്ന് വെച്ചാലോ നൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ സ്വബാഹിൽ ചെയ്യുന്ന കാര്യങ്ങളും ലുഹറിൽ ചെയ്യുന്ന കാര്യങ്ങളും മസായിൽ ചെയ്യുന്ന കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സ്വബാഹിൽ നോർമലി നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ നോക്കാം. യദ്ഹബുൽ മുസാരിയു ഇലൽ ഹഖ്ലി, ഒരു കൃഷിക്കാരൻ കൃഷിസ്ഥലത്തോട്ട് പോകുന്നത് അതെപ്പോഴാണ്? രാവിലെയാണ് അല്ലേ? യറൂഹുൽ വലതു ഇലൽ മദ്രസ, കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് എപ്പോഴാണ്? മോർണിംഗിലാണ് അല്ലേ? അത്തനാവലു അൽ ഫത്തൂറ, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എപ്പോഴാണ് കഴിക്കുക? മോർണിംഗിലാണ്. ഇനി അടുത്തത് ലുഹറിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. യനാമു തിഫലു, കുട്ടി ഉറങ്ങുക. അതായത് കുഞ്ഞുട്ടിൽ നമ്മൾ 2-3 വയസ്സൊക്കെ ആയ ഉണ്ണികൾക്ക് ഒരു ഉച്ചയുറക്കുണ്ട്. പാപ്പൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 11 മണി 10 മണിക്ക് ശേഷം ഒരു കുഞ്ഞുറക്കം ഉറങ്ങാറുണ്ട് അല്ലേ? അതാണ് യനാമുത്തിഫിലു കേട്ടോ, കുട്ടി ഉറങ്ങുന്ന സമയം, കുഞ്ഞു കുട്ടി കേട്ടോ. അതെപ്പോഴാണ്? ഉച്ചയ്ക്ക്. യസ്തരിഹുൽ ഉമ്മാലു, ജോലിക്കാർ വിശ്രമിക്കും. ഇപ്പം നമ്മൾ സ്കൂളാണെങ്കിൽ നമുക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ടാവില്ല, അത് നമുക്ക് എപ്പോഴാണ് കിട്ടാറ്? ഉച്ചയ്ക്കാണ് അല്ലേ? യകുലു തുല്ലാബു, കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന എപ്പോഴാണ്? ഉച്ചയ്ക്കാണ്. അതുപോലെ നമ്മൾ ഈവനിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. യലാബുൽ ഔലാദു, കുട്ടികൾ കളിക്കുക. അതായത് നോർമലി നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്ന കുട്ടികൾ എപ്പോഴാണ് കളിക്കാറ്? നമ്മൾ വൈകുന്നേരം 4 മണിക്കല്ലേ? അല്ല, സ്കൂൾ ആ ദിവസമാണെങ്കിലും നമ്മൾ എപ്പോഴാണ് കളിക്കാറ്? മെയിനായിട്ട് വൈകുന്നേരമാണ് അല്ലേ? അതുപോലെ യർജിഉ ത്വയ്റു ഇലൽ ഉശ്ശി, പക്ഷി അതിൻ്റെ കൂട്ടിലേക്ക് മടങ്ങിപ്പോകുന്നത്. അതായത് പക്ഷികളൊക്കെ അതിൻ്റെ കൂടണയുന്ന സമയം എപ്പോഴാണ്? വൈകുന്നേരമാണ്. അതുപോലെ യഊദുൽ മുസാരിഉ ഇലൽ ബൈത്തി, അതുപോലെ കൃഷിക്കാരൻ അവൻ്റെ വീട്ടിലോട്ട് എപ്പോഴാണ് മടങ്ങിപ്പോവുക? വൈകുന്നേരം. ഇനി മക്കൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ രാത്രിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ സ്വബാഹും ലുഹുറും മസാവും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ലൈല്, രാത്രിയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക, ആ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ പേജിൽ എഴുതേണ്ടത് കേട്ടോ.